അല്ലടാ ഞങ്ങൾ ടൂർ പോണ്. ഇത് പോരുണ്ടോ? ആടാ ഞാനുണ്ട്. ആയ് അതെങ്ങനെയാ ശരിയാവുക? നമുക്ക് വണ്ടി സ്ഥലം ഉണ്ടാവോ? ഹക്കീമ പോന്നോട്ടാ. ആയ് അത് ശരിയാവില്ല. ഹക്കീമേ അനക്ക് പിന്നെ പറ്റൂലല്ലേ? ഇജ് ഗൾഫ് പോണതിന് മുന്നേ എനിക്ക് എവിടെ പോണെങ്കിലും ഞാൻ മതിയേന്. ഇപ്പൊ ഗൾഫിൽ പോയി 4 പൈസ ആയപ്പോ എനിക്ക് ഇന്നെ വേണ്ടല്ലേ? ഇജിപ്പോ വലിയ ആളായത് നോക്കണ്ട. ഹക്കീമേ ഇജോട് പറയാൻ പാടില്ല. ഇജോല് എങ്ങനെ നടന്നതാ? ഇജ് ഗൾഫ് പോണ സമയത്ത് പൈസ ഇല്ലാന്ന് പറഞ്ഞിട്ട് മോനെ ബൈക്ക് വിറ്റ് കണ്ടാണ് എനിക്ക് ആ പൈസ തന്നെ. എന്നാ ഇജോട് പറയാൻ പാടില്ല. ഇജും കൂടി പോയി കഴിഞ്ഞാൽ ഞാൻ ആകെ ടെൻഷൻ അടിച്ച് മരിക്കും. അതല്ല എനിക്ക് പോണീനൊരു ടെൻഷനും ഇല്ല. സംഭവം ടെൻഷനൊക്കെ ഉണ്ട്, പക്ഷെ പോക്ക് നടക്കും തോന്നുന്നു. ആഞ്ചടാ പൈസ റെഡി ആയിട്ടില്ല. അപ്പൊ ടിക്കറ്റും ഇതെല്ലാം കൂടെ ആയിട്ട് അടുത്ത ആഴ്ചനുള്ളിൽ കയറി പോണ്ടേ. ഒന്ന് ഞാൻ പറ്റുന്നിടത്തോളൊക്കെ നോക്കി, ഓടും റെഡി ആയിട്ടില്ല ഒന്ന്. ഇനിയിപ്പോ എനിക്ക് എത്ര പൈസ വേണ്ടിയതേ? ഒരു 10,000 രൂപ കൂടെ വേണ്ടി വരും. എന്നാ എന്നിട്ട് ഇത്ര ദിവസം മുണ്ടിയില്ലല്ലോ. എന്താടാ പറഞ്ഞിട്ട് എന്നെ കാട്ടിയ കഷ്ടം എന്റെ കഥ എനിക്കറിയണല്ലേ. ഹലോ അമീറേ, ഇജെവിടെയാ ഉള്ളത്? ഇജൊരു കാര്യം ചെയ്യ്, ഞാനിവിടെ പാടത്തിൻ്റെ ഇവിടെ ഉണ്ട്. എന്നാ ഇവിടെ പെട്ടെന്ന് പോട്ടാ. ഇജ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലും മനുഷ്യന്മാരോട് തുറന്നു പറയണം. ഇത് മുണ്ടാന്ന് ഞങ്ങളാരെങ്കിലും അറിയപ്പത്. ഇജ് എന്തായാലും പോകാനുള്ള പരിപാടി നോക്ക്. പൈസ അല്ലേ അത് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. ഇറ ഞാനൊരു അത്യാവശ്യ കാര്യം പറയാം. എന്താണ്? പിന്നെ ഇജടാ അന്നിന്റെ വണ്ടി ചോദിച്ചില്ലേ? ഇജാവുന്ന എടുത്തുകൊണ്ട് പെട്ടെന്ന് ആ പൈസ എനിക്ക് കാട്ടിക്കാം. ചെങ്ങായിജല്ലേ കൊടുക്കണില്ലാന്ന് പറഞ്ഞേ. ഇടപ്പ കൊടുക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ടാണ്. അതേ അടുത്തോളാം. പക്ഷെ അന്ന് പറഞ്ഞ വില ഒന്നും ഞാൻ തരൂലട്ടാ. ഒരു 40 ഉറുപ്പ്യ തരും. അയ്യടാ എനിക്കൊരു 50 ഉറുപ്പ്യ കിട്ടാടാ. പറ്റൂലെന്നേ. 40 ഉറുപ്പ്യക്ക് വേണമെങ്കിൽ തന്നാളാ. എന്നാ 40 40. ഇജ് എന്തായാലും പെട്ടെന്ന് എനിക്ക് പൈസ കൊണ്ട അന്ന് വൈകുന്നേരത്തിനുള്ളിൽ തരാൻ പറ്റും. പൈസ ഒക്കെ ഞാൻ വൈകുന്നേരത്തിന് ഒപ്പിച്ചു തരാം. ഇജ് എന്താ പെട്ടെന്ന് ഇങ്ങനെ വണ്ടി കൊടുക്കാൻ തീരുമാനിച്ചേ? അതൊക്കെ ഉണ്ട്, ഇജ് പറഞ്ഞ മാതിരി ചെയ്യാം എന്തായാലും. മറക്കരുത്. ഹക്കീമേ ഞാനൊരു 40 ഉറുപ്പ്യ ഞാൻ ഒപ്പിച്ചിരിക്കണേ. അത് വൈകുന്നേരം നമുക്ക് കിട്ടും. 10 ഉറുപ്പ്യന്റെ കയ്യിലുണ്ട് പെരിയില്. അതുകൊണ്ട് ഇപ്പൊ എന്റെ പ്രശ്നം തീരോ? പ്രശ്നങ്ങളൊക്കെ തീരും. അല്ല എനിക്ക് ഇവിടുന്ന് പൈസ പൊടുന്ന കിട്ടിയെന്ന് അറിയണ്ട. ഇജ് പോകാനുള്ള പരിപാടി നോക്ക്. അല്ല എന്നാലും എന്താ ചെയ്ത് പൈസക്ക്? അതെടാ ഞാൻ എന്റെ വണ്ടി വിറ്റ്. വണ്ടി വിൽക്കേ? ഇജ് എത്ര ആഗ്രഹിച്ച് വാങ്ങിയ വണ്ടിയാണിത്. ഇനിയിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ മുടങ്ങൂലേ? വണ്ടി ഒന്നല്ലടാ പ്രശ്നം. ഇജ് പോയാൽ തന്നെ എനിക്ക് നല്ലൊരു വണ്ടി വാങ്ങിക്കൂടെ? ഇജ് ഏതായാലും റാഹത്തിൽ പോവാൻ നോക്ക്. ഇജ് എവിടെ എത്തി? നേരെ ചാവി. പൈസ എന്തിപ്പോ അത്യാവശ്യമായിട്ട് കൊടുക്കണേ? ഇജ് കൊടുക്കണില്ലാന്നല്ലേ പറഞ്ഞേ? അതടാ ഹക്കീമിന് ഗൾഫ് പോകാൻ വേണ്ടിട്ട് കുറച്ച് പൈസന്റെ ഷോർട്ട് വന്ന് അപ്പൊ അങ്ങനെ കൊടുത്താണ്. ഇത് പെട്ടെന്നേ വണ്ടി എന്റെ പേർക്ക് മാറ്റിക്കോളാം. ഞാൻ പോട്ടെന്നാല് എന്നാ കാണട്ടാ. ഹക്കീം എന്താടാ ഇരുന്ന് ഉറങ്ങണേ? എവിടെ എന്റെ കമ്പനിക്കാരൊക്കെ? ഓരൊക്കെ ഇപ്പൊ ഇവിടെ പോയി. നിങ്ങളല്ലേ ടൂർ ആണെന്ന് അറിയുന്നത്? പോണില്ല. ടൂർ ക്യാൻസലായി. അത് അസ്കർ ഉണ്ട് പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. അപ്പൊ പിന്നെ എല്ലാവർക്കും പോകാൻ താല്പര്യമില്ല. അസ്കർ എന്റെ കമ്പനി അല്ലേ? അടുത്ത കമ്പനി അല്ലേ? പിന്നെന്തേ? അസ്കറിന്റെ കമ്പനിയൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഓനെ കണ്ട മാതിരിക്കല്ല ഓൻ എന്നെ കണ്ടത്. ഹംസേ പഴംപൊരി ചേടാ, 2 ഉണ്ടപ്പൊരിയും പിന്നെ 2 കേക്കൂട്ടാ. വേണ്ടടാ ഞാനേ കടി വാങ്ങാൻ വന്നാ. അല്ലടാ എന്താ നമ്മളെ വണ്ടി എന്താ പാട്? ആദ്യം നല്ല വില ടേപ്പ് കൊടുത്തടാ. അല്ല എന്റെ ചെങ്ങായി ഉണ്ടല്ലോ ഹക്കീമ്, വിളിച്ചലൊക്കെ വിളിക്കലൊക്കെ ഉണ്ടടാ. പിന്നെ ഓനക്ക് അവിടെ പണിത്തിരക്കല്ലേ, എപ്പോഴും ഇങ്ങനെ വിളിക്കാൻ പറ്റൂലല്ലോ. എന്താ ഇതവിടെ എഴുതികൾട്ടാ, ഞാൻ വൈകുന്നേരം വരുമ്പോ തരാം. എന്നാ ശരിടാ. അസ്കറാ എടാ അർജന്റാണ്, പണിക്കാരുണ്ട്, വൈകുന്നേരം കാണാം നമുക്ക്. ഓല്ലടാ അല്ല ഞാൻ കാണാം, പണിക്കാരുണ്ടായിട്ടാണ്. ഹംസാഖർ ചായ. നിങ്ങളിവിടെ ഇരിക്കണ്ടാ? ഏത് വണ്ടിന്റെ കാര്യം ഓൻ ചോദിച്ചത്? എടാ ഇന്ത്യ തന്നെ നീല ആക്സസ്, അത് ഞാൻ ഓൻ്റെ അടുത്ത് വാങ്ങിയാണ്. അത് ഓന്റെ വണ്ടിയാ. അതെന്റെ നമ്മളെ ഹക്കീമിന് പോകാൻ വേണ്ടിട്ട് ഓനെ വിറ്റതാണ് അർജന്റായിട്ട്. ഞാനായി വേറെ മറിച്ച് ലാഭത്തിന് വിറ്റും. അത് ശരി, അസ്കറിന്റെ വണ്ടി വിറ്റ് കണ്ടാണ് ഹക്കീം ഗൾഫിൽ പോയിട്ടുള്ളല്ലേ? ഹക്കീമാണല്ലോ. ഹക്കീമെ പറയടാ, എന്താ പാട്? സുഖല്ലേ? സുഖാടാ. എന്റെ ശേഷം എന്താ? സുഖാണ്. ഇജാ പൈസ അയച്ചാ? പൈസ ഞാൻ അയച്ചോളാം. പിന്നെ ഈ അസ്കറിന് വിളിക്കലുണ്ടോ? വിളിക്കലുണ്ടടാ. എന്നാ എന്താ വല്ലാതെ വിളിയൊന്നും വേണ്ടട്ടാ. അതെ ഞാനും വെറുതെ കേട്ട്
നാട്ടിലാകെ സംസാര വിഷയമാണല്ലോ നീ അസ്കറിന്റെ വണ്ടി വിറ്റുകാനാണ് ഗൾഫിൽ പോയെന്നുള്ളത്. ആ ഈ പൈസ അയച്ചു കൊടുത്തില്ല? ആ കഴിച്ചു കൊടുത്തണല്ലോ. എന്നിട്ട് ആ വണ്ടി എടുത്തില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പറയണ്ട, ഞാനൊക്കെ ആ പൈസ ഒക്കെ അയച്ചു കൊടുത്തോളാം. എനിക്ക് നാട്ടിൽ മൊത്തം പാട്ടാണ്. അവന്റെ വണ്ടി വിറ്റ് പോയി ഗൾഫിൽ പോയി പൈസ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. എന്നാ അത് ഞാൻ അറിയില്ല. എന്നാല് അതിന് ഓൻ വണ്ടി വിറ്റാണ് എന്നെ പൈസ തന്നത് എന്നോട് പറയണ്ടെന്ന് ഓൻ തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. എന്നാ അതൊന്നുമില്ല ഇവിടെ സംസാര വിഷയം വെച്ചാൽ ഓന്റെ വണ്ടി വിറ്റ് നീ പോയി, നീ വായിക്കാരനായി, നീ തിരിച്ചും കൊടുത്തിട്ടില്ല. ഞാൻ കൊടുത്തതാണ്, ഓൻ അങ്ങനെ ചെയ്താ. അപ്പൊ അതാണ് സംഭവം. എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് മേക്കല്ലേ? ആ മേക്കനെ എനിക്ക് വിളിക്കലുള്ളൂ, എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഒക്കെ മേക്കനാണ്. അതുകൊണ്ട് മേക്ക് ഉണ്ടായതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞ്. പൊന്നാര ചങ്ങായി, മേക്കിനെ കുറിച്ച് എനിക്ക് വല്ലതും അറിയാം? മേക്ക എനിക്ക് ഇടക്കിടക്ക് വിളിച്ചാലും എൻ്റെ അടുത്ത് പൈസയും വാങ്ങലില്ലോന്. ഓൻ്റെ കഥ എനിക്കറിയാം. ഇജ്ജ് ഗൾഫിൽ നിന്ന് ഒരു ദിവസം വിളിച്ച സമയത്ത് ഞാൻ ഓൻ്റെ കൂടെ ഉണ്ട്. ഓൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കേണ്ടത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു സങ്കടം. ഞങ്ങൾ എങ്ങനെ നടന്നതാണെന്നറിയാം. ഇപ്പോൾ മനസ്സിലായില്ല എനിക്ക്? നീ ഒരു കാര്യം ചെയ്യുന്നേ, നാട്ടിലൊക്കെ പാട്ടാണ്, നീ അവനൊരു ആ കമ്പനിയാണ് വിട്ടാളെ. എന്നാ ശരിയടാ, എന്തെല്ലാം കൂടെ കേട്ടപ്പോൾ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഞാൻ വിളിക്കണ്ടേ? വെക്കല്ല നീ ആ പൈസ അയക്കട്ടാ. ആ ആ ഇജ്ജ് എന്തൊക്കെയാണ് ഈ പറയണത്? ഇല്ലാത്ത കാര്യങ്ങളൊക്കെ. അതെ, ഓൻ എന്ത് കാര്യത്തിന് പൈസ വെച്ചാൽ അസ്കറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് അസ്കറാണ് എനിക്കറിയില്ല. എന്തിനാ അതിന്റെ ആവശ്യം? എന്നാലും വല്ലാത്ത മോശമാണ് കിട്ടാ. കേട്ടക്കട്ടേന്ന് അവനവന്റെ കാര്യത്തിന് അവനോട് ചോദിക്കണം. ഇതാണ് ഉണ്ടായത്. ഈ പറഞ്ഞത് കാര്യം എൻ്റെ അടുത്തും തെറ്റുണ്ടോ? ഞാൻ അസ്കറിനെ വിളിച്ചാണ്ട് ചോദിച്ചതുമില്ല. ഓനൊന്ന് കാണണം.